ഇനി ചോദ്യങ്ങളാവാം. നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിയമപരമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒറ്റ വാക്കം പറഞ്ഞിട്ടില്ല, ഒരു തെറ്റില്ല. ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തിൽ ചോദ്യങ്ങളാവാം. ഇല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകുവാനായിട്ട് സാധിച്ചതിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഡെപ്യൂട്ടി മേയർ ആകുമെന്നേ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത്രയും, കാരണം ഞാൻ നമ്മുടെ സമരത്തിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിയിലും ഒക്കെ തന്നെയാണ് ഇവിടെ ഇരുന്ന ചേട്ടന്മാരെയും എൻ്റെ പ്രിയ സഹോദരിമാരെയും ഒക്കെ തന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചാൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അപ്രതീക്ഷിതമായിട്ടാണ് ഡെപ്യൂട്ടി മേയറായിട്ട് പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഈ ഒരു ദൗത്യത്തെ കാണുന്നത്. ഒരു കൗൺസിലർമാരുടെ ഒരു യോഗത്തിൽ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചതായിരുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ പോലും ഒരു പാർട്ടി ഇത്രയും വലിയൊരു ദൗത്യം ഏൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഒരു ജനപ്രതി എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ മേൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ രാജേഷേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ തിരുവനന്തപുരത്തെ ജനത, ഓരോ ആളുകളും ആഗ്രഹിച്ചതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു നഗരസഭയിൽ ഒരു ഭരണം വരണമെന്ന്. ഓരോ ആളുകളും ആഗ്രഹിച്ചതാണ്. തിരുവനന്തപുരം നഗരസഭയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിക്കൂ എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ അവരുടെ വിരൽത്തുമ്പിലുള്ള വോട്ടിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ 50 ജനപ്രതികൾക്കും വലിയൊരു വിജയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് 101 വാർഡിലെയും ജനപ്രതികളെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഓരോ വാർഡുകളിലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ഓരോ വാർഡിലെ ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കിക്കൊണ്ട് 101 വാർഡ് ഒരുപോലെ കണ്ട് ഒരുമിച്ചുള്ള വികസനം സാധ്യമാക്കുവാനായിട്ട് മേയറുടെ കീഴിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി കണ്ട് തന്നെയുള്ള പ്രവർത്തനമായിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നതിന് ഒരുമിച്ച് തന്നെയായിരിക്കും നീങ്ങുക. തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് വളരെ വിജയകരമായി കഴിഞ്ഞ ഒരു 11 വർഷമായി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞാനും അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തക തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥും വളരെ അഭിമാനത്തോടെയാണ് തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങൾ മത്സരിച്ചിരുന്നു. ഞങ്ങൾ മത്സരിച്ച സമയത്ത് ഭരണം BJPക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുമായി വന്ന് മത്സരിക്കുന്നു എന്ന നിലയിലല്ല ഞങ്ങളെ കാണേണ്ടത്. 2015 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയാണ് പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്നത്. 2010 മുതൽ നാളിതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ വീട്ടിൽ ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ തെരുവുകളിലായിരുന്നു, കോർപ്പറേഷൻ ഓഫീസിനുള്ളിലായിരുന്നു, പോലീസ് ക്യാമ്പുകളിലായിരുന്നു, പോലീസ് സ്റ്റേഷനിലായിരുന്നു, ആശുപത്രികളിലായിരുന്നു. ഇതെല്ലാം തന്നെ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങളോടൊപ്പം റോഡിലും കോർപ്പറേഷൻ ഓഫീസിൻ്റെ കോമ്പൗണ്ടിലും ഉള്ളിലുമൊക്കെ തന്നെ യാതനകൾ സഹിച്ച് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരാണ് ഈ ഇരിക്കുന്നതിൽ പല മാധ്യമപ്രവർത്തകരും. ഞങ്ങളെ തല്ലാൻ വന്ന പോലീസിൻ്റെ ലാത്തി ഗതി മാറി തല്ല് വാങ്ങിക്കൂട്ടിയ ചില ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും ഒക്കെ ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ, ഞാൻ ചുരുക്കി പറഞ്ഞ ഇതേ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് വരച്ച് കാട്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതോടൊപ്പം തന്നെ ഒരവസരം BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയും കോർപ്പറേഷന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ സ്വപ്നം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്ന് ഞങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞു.
ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളും രാഷ്ട്രീയ ഭരണപരമായ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്രം ഏതാണ് എന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, അതിന് നേതൃത്വം വിജയകരമായി നൽകുന്ന നരേന്ദ്രമോദിയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോഴേക്കും ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. 101 ജനപ്രതിനിധികളിൽ 50 പേരെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഭരണത്തിലെത്താൻ സാധിക്കുന്നത്. ആശാനാഥ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ട് 24 മണിക്കൂർ ആയിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു മണിക്കാണ് 1 മണിക്കാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആശ 4 മണിക്കാണ് ചെയ്തത്. അപ്പോൾ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ കാണുവാനും ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എനിക്ക് ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇൻട്രാക്ഷൻ വരുമ്പോഴേക്കും വിശദീകരിക്കാം. ആശാനാഥുടെ ഡെപ്യൂട്ടി മേയറുടെ കാഴ്ചപ്പാട് ആശ പങ്കുവയ്ക്കും.